അദ്ദേഹം അവിടേക്ക് എത്തുമ്പോൾ പൊതുദർശനമൊന്നും വേണ്ടെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ സംസ്കാര ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക. അതുവരെ വീട്ടിൽ തന്നെ മൃതദേഹം ഉണ്ടാകും. അദ്ദേഹത്തെ കാണുന്നതിനായി നിരവധി ആളുകൾ എത്തുമെന്നത് ഉറപ്പാണ്. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത എഴുത്തുകാരന് വിട നൽകുകയാണ് മലയാളം. MT എന്ന ദ്വയാക്ഷരമായുമ്പോൾ അത് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമ്മിൽ നിന്ന് പോകുന്നത്. അദ്ദേഹം എഴുതി വെച്ചതെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെതായ അടയാളപ്പെടുത്തലുകളായി ബാക്കിയുണ്ട്. VS രഞ്ജിത്താണ് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു കഴിഞ്ഞു. പൊതുദർശനം വേണ്ട എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ നിഷ്കർഷയാണ്. പക്ഷേ അദ്ദേഹത്തെ അവസാനമായി ഒരു നാക്കു കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? അത് സാധ്യമാകുമോ? സുജയ, അത് ഈ വീടിൻ്റെ പരിസരം കാണാൻ നമുക്ക് വളരെ ചെറിയൊരു പരിസരമാണ്. സ്വാഭാവികമായിട്ടും കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരുടെ വിയോഗത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കോഴിക്കോട് നഗരത്തിലെ അക്ഷരനഗരിയിലെ ടൗൺ ഹാൾ അത് ക്രമീകരിക്കാറാണ് പതിവ്. അത് അദ്ദേഹം നിരവധി തവണ കണ്ടിട്ടുണ്ട്. പലരെയും ആ ടൗൺ ഹാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് MT വാസുദേവൻ നായർ. പക്ഷേ തനിക്ക് അങ്ങനെ ഒരു അന്ത്യാഞ്ജലി വേണ്ട. ആ ടൗൺ ഹാളിന്റെ മുറ്റത്തും അങ്ങനെ ഒരു ഫ്രീസറിൽ ഒരു അർക്കുന്ന ഫ്രീസറിന് മുന്നിൽ കടന്നുകൊണ്ട് പുഷ്പചക്രങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാനില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷെ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു നോട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാനൊക്കെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും. പക്ഷെ എത്ര പേർക്ക് വൈകിട്ട് 4 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ട്, എത്ര പേർക്ക് കാണാൻ സാധിക്കും എന്നറിയില്ല. എങ്കിൽ കൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യവും എഴുത്തും ഒക്കെ വായിച്ച് അദ്ദേഹത്തോട് ആരാധനയും ഒക്കെയുള്ള ഒരുപറ്റം ആളുകൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് എത്തും. അവരൊക്കെ ഇങ്ങോട്ട് എത്തുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വീടിന്റെ പരിസരത്ത് അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. വളരെ ചെറിയൊരു പരിസരവും ആ വീട്ടിലേക്കുള്ള വഴിയും കൊട്ടാരനോടും ഒക്കെ വളരെ ചെറുതാണ്. എങ്കിൽ കൂടി പരമാവധി ആളുകൾക്ക് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ കാണാമെന്നുള്ളതാണ്. കോഴിക്കോട്ടെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാടല്ല, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമാണ്. മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് അദ്ദേഹം കോഴിക്കോട്ടുകാരനായിട്ട് മാറുന്നത് 1999 അദ്ദേഹം മാതൃഭൂമിയിൽ വിരമിക്കുമ്പോഴും ആ വിരമിച്ച ശേഷവും അദ്ദേഹം ഇവിടെ തന്നെ തുടർന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം 1993 തുഞ്ചൻ സ്മാരകത്തിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചു. ആ സമയത്തും അദ്ദേഹം കോഴിക്കോട്ട് നിന്നാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കോഴിക്കോട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ബാല്യവും വിദ്യാഭ്യാസവും ഒക്കെ ആ പുന്നൂർ കുളത്തുകാരനായ നാരായണൻ നായരുടെയും അതുപോലെ കുടലൂരുകാരിയായ മാളുവമ്മയുടെയും ഒക്കെ ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് മുറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ അണക്കര പഞ്ചായത്തിലുള്ള ചെറിയ ഗ്രാമമാണ് കൂടല്ലൂർ. ആ കൂടല്ലൂർ ഗ്രാമത്തിൽ നിന്ന് കോഴിക്കോട്ടെ കർമ്മ മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറുമ്പോഴേക്കും അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ഒരു മഹാമേരുവായി വളർന്നിരുന്നു എന്നുള്ളതാണ്. ഒരു പത്രാധിപരായിട്ടോ ഒരു ചെറുകഥാകൃത്തോ ഒന്നുമല്ല. അദ്ദേഹത്തെ മലയാളത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് മലയാള ഭാഷയെ, മലയാള ചരിത്രത്തെ ഒക്കെ എഴുതപ്പെട്ട ഒരു ആളായിട്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഓരോ കഥകളും അത് വെറും കേവലം കഥകളോ കെട്ടുകഥകളോ ആയിരുന്നില്ല, അതൊക്കെ ഒരു ചരിത്രമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാലുകെട്ട് എന്ന് പറയുന്നത് നായർ തറവാടുകളുടെ പ്രൗഢി അസ്തമിക്കുമ്പോൾ നായർ തറവാടുകളുടെ ഈ ആഠ്യത്വവും അഭിജാത്യവും ഒക്കെ അവസാനിക്കുന്ന ഒരു അന്ത്യകാലഘട്ടത്തിൽ, ആ മരുമക്കത്തായത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ ക്ഷയിച്ച നായർ തറവാടുകൾക്കുള്ളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചും അവരുടെ മോഹങ്ങളെക്കുറിച്ചും മോഹഭംഗങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം, പണ്ട് ഈ മദ്രാസ് പ്രസിഡൻസിയൊക്കെ നിലനിന്ന കാലത്ത് മലബാർ ജില്ലക്കാരനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം ഒരു കോഴിക്കോട്ടുകാരനായി മാറുന്നത്. കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത സ്വാഭാവികമായിട്ടും ഈ സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഒരു കർമ്മമണ്ഡലമായിരുന്നു. അത് MT വാസുദേവനാർക്കൊപ്പം നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും KT മുഹമ്മദിന്റെയും ഒക്കെ പേരുകൾ ചേർത്ത് വെക്കാൻ പറ്റും. കുമാർ അഴീക്കോടൊക്കെ നിരന്തരം അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടിരുന്നതായിട്ടും കുമാർ അഴീക്കോട് തന്നെ അദ്ദേഹം തന്നെ അടയാളപ്പെടുത്തിയിരുന്നു. അപ്പൊ അങ്ങനെ നിരവധി എഴുത്തുകാരുടെ ജന്മനാടല്ലെങ്കിലും കർമ്മമണ്ഡലം ഈ കോഴിക്കോടായിരുന്നു. ഇത്തരത്തിലൊരു കർമ്മമണ്ഡലമായി ഈ നഗരം മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അധ്യാപകനായിട്ടും കുറച്ചു കാലമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 54 തോന്നുന്നു അദ്ദേഹം അധ്യാപകനായിട്ടൊക്കെ. തിരികെ എത്താം രഞ്ജിത്ത്.